എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വാട്സപ്പിലെ ചില സെറ്റിങ്സിനെ കുറിച്ചാണ്. വാട്സപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫേസ്. ഈ ആപ്ലിക്കേഷനിൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് തുറന്നു വരും. ഇത് നമ്മുടെ ഫ്രണ്ട്സ്, ഗ്രൂപ്പ് എല്ലാം ഇതിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ ചാറ്റുണ്ട്, അപ്ഡേഷനുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കോൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇവിടെ റൈറ്റ് മുകളിലുള്ളതിൽ ഒരു 3 ഡോട്ട്സ് ആണ്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കാണാൻ നോക്കും. ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, ലോക്കൽ സർവീസസ്, ഷെയർ മെസ്സഞ്ചർ, പേയ്മെൻറ്റ്സ്, സെറ്റിങ്സ്. നമുക്ക് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോ വരും. അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈവസി ഉണ്ട്, അവതാർ, ലിസ്റ്റ്, ചാറ്റ്സ്, നോട്ടിഫിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ, ആപ്പ് ലാംഗ്വേജ്, ഹെൽപ്പ്, ഇൻവൈറ്റ് എ ഫ്രണ്ട്, ഓപ്പൺ ഇൻസ്റ്റാഗ്രാം, ഓപ്പൺ ഫേസ്ബുക്ക്, ഓപ്പൺ ത്രെഡ്സ്. ഇതൊക്കെയാണ് ഈ സെറ്റിങ്സിലുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വാട്സപ്പിൽ എങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ശരിക്കും കാണിക്കും, നെയിം കാണിക്കും. നെയിം ഉണ്ണികൃഷ്ണൻ കരിമ്പൻ്റെ പേരാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേര് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഉണ്ടോ, സിമ്പിൾ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്, ഇമോജിയൊക്കെ വെക്കാറുണ്ട്. ഇമോജി വെച്ചിട്ട് സേവ് ചെയ്താൽ അത് ഇമോജിയായി മാറും. നിങ്ങൾക്ക് എന്ത് അതിൽ ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ നിക്ക് നെയിം എല്ലാം ചെയ്യാം. അങ്ങനെയാണ് മാറ്റുന്നത്. ഞാൻ എൻ്റെ ഫുൾ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ കരിമ്പിൽ നിന്ന് ഞാൻ എഴുതി അവിടെ വെച്ചു. അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി, നമ്മൾ ബിസിയാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കാണുമല്ലോ. ഫസ്റ്റിൽ അവൈലബിൾ എന്നാണ്. ഇത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ അവിടെ വന്നു. അടുത്ത എന്താണ്, ബിസി. നിങ്ങൾ ബിസി ആണെങ്കിൽ ബിസി എന്ന് കാണിക്കുക. അപ്പോൾ ബിസി എന്ന് അവിടെ കാണും. അതിന് ശേഷം അറ്റ് സ്കൂൾ, നിങ്ങൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അടുത്ത അറ്റ് മൂവി ആണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അറ്റ് വർക്ക് അറ്റ് വർക്ക് അവിടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ബാറ്ററി അബൌട്ട് ടു ഡൈ എന്ന് പറഞ്ഞാൽ ബാറ്ററി ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാൻ ടോക്ക്, വാട്സപ്പ് ഓൺലി, നമുക്ക് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ മെസ്സേജ് അയക്കാൻ എന്ന് മാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇന്ന മീറ്റിംഗ് ബിസി ആയിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യാതിരിക്കാനോ മെസ്സേജ് ചെയ്യാതിരിക്കാനോ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇന്ന മീറ്റിംഗ്. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അറ്റ് ജിം, ഇപ്പോൾ ബോഡി ബിൽഡേഴ്സൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് അടിപൊളിയാക്കുന്നില്ലേ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ജിം. ഒരാൾ സ്ലീപ്പിംഗ് ആണെങ്കിൽ അതും സ്റ്റാറ്റസ് ഇടും. സ്ലീപ്പിംഗ് അത് ഇടാം. അർജൻറ്റ് കോൾസ് ഓൺലി, വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട, അർജൻ്റ് ആണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും വെക്കുന്ന അവൈലബിൾ എന്നാണ്. ആർക്കും എപ്പോഴും മെസ്സേജ് അയക്കാം, ആർക്കും എപ്പോഴും കോൾ ചെയ്യാം. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതിന് താഴെയിൽ നമ്മുടെ നമ്പർ കാണാം, 8157043805. ഇത് തന്നെയാണ് എൻ്റെ നമ്പർ. വാട്സപ്പിൽ ഇത് തന്നെയാണ്. നമുക്ക് ഈ പ്രൊഫൈലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഫൈലിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി പ്രധാനമായിട്ടും എനിക്ക് നിങ്ങൾ പറയാനുണ്ടായിരുന്നത്
എന്നാൽ ഈ ഫോട്ടോ ചേഞ്ച് എങ്ങനെ ചെയ്യാം മനസ്സിലായില്ലേ? ഫോട്ടോ ക്യാമറ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ ഗാലറിയാണ്. ഈ ഗാലറിയിലാണ് നമ്മുടെ ഫോട്ടോ ഉള്ളത്. മനസ്സിലായില്ലേ? കുറേ ഫോട്ടോ ഉണ്ട്. ക്യാറ്റിൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ ഫോട്ടോ ഉണ്ട്, എല്ലാം. ഓക്കെ, അപ്പോൾ ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്ത് നമുക്ക് ക്രോപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ചെറുതാക്കാം. ഓക്കെ, മാക്സിമം ചെറുതാക്കാം. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് ചെറുതാക്കാം. കണ്ണ് മാത്രം വെക്കണോ, മൂക്ക് മാത്രം വെക്കണോ, ചുണ്ട് മാത്രം വെക്കണോ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇത്ര വരിയുണ്ട്. മാക്സിമം ചെയ്യാം എത്രയാണെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് പലർക്കും അറിയില്ല. പലരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അറിയുന്നവരെ കുറിച്ചല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. മനസ്സിലായി? ക്യാൻസൽ ആയാലും വേറെ സെലക്ട് ചെയ്യണം, ക്യാൻസൽ വെച്ചിട്ട് വേറെ സെലക്ട് ചെയ്യാം. ഡൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫോട്ടോ ആയിട്ട് സേവ് ആവും. ഓക്കെ, എത്രയാണ് ഗ്യാപ്പ്, എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഫുൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തലയിൽ കുറച്ച് ഭാഗം മാത്രമാണെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇതാണ് സെറ്റിങ്സ്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഉണ്ടോ? സെറ്റാക്കിയിട്ട് ഡൺ കൊടുത്താൽ ആ ഫോട്ടോ വന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടുതൽ നല്ല ടെക്നിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ്.